കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്തർ മന്ദിറിൽ പ്രതിഷേധിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അമ്മയും അധിക്ഷേപിച്ച വിദ്യാർത്ഥികൾക്ക് ക്ഷമ നൽകിക്കൊണ്ടൊരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എന്നാൽ ഇപ്പോൾ ഈ ഒരു വീഡിയോയെ ചൊല്ലി വലിയ രീതിയിലുള്ള വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതായത് ക്ഷമിച്ചത് മോദിയോ മാപ്പ് പറയേണ്ടത് മോദിയോ എന്ന തരത്തിൽ ഇവിടെ വലിയ രീതിയിലൊരു ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ തനിക്കെതിരെയും പരേതയായ അമ്മയ്ക്കെതിരെയും അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ യുവാക്കളോട് അവിടെ ക്ഷമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ സന്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഇത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നതിന് പകരം തന്നെ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും കടുത്ത വിമർശനവുമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ പ്രതിഷേധിക്കുന്നതിനിടെ തന്നെ ഉപയോഗിച്ച ഭാഷ ഒരു വലിയ രീതിയിൽ പരിഷ്കൃത സമൂഹത്തിന് യോജിക്കുന്നതല്ല എന്നതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെയും തന്റെ പരേതയായ അമ്മയ്ക്കെതിരെയും ഉയർന്ന അധിക്ഷേപങ്ങൾ വേദനിപ്പിച്ചെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട കുട്ടികളാണ് അവർ എന്നതായിരുന്നു. അവരെ ശിക്ഷിക്കുന്നതിനേക്കാൾ ശരിയായ വഴി അവിടെ കാണിച്ചു കൊടുക്കുക, അത് അവർക്ക് ഏത് വഴിയാണോ നേർവഴി കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത്. നാക്കിന് കടിയേറ്റാൽ പല്ല് മുറിച്ചു കളയില്ല, അതേപോലെ തന്നെ ഈ കുട്ടികളും നമ്മുടേതാണ് എന്ന ഉപമയുടെ പശ്ചാത്തലത്തിലാണ് യുവാക്കളോട് ക്ഷമിക്കുന്നുവെന്നും തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പുരോഗതിക്കായി തന്നെ മുന്നോട്ട് വരണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. എന്നാൽ ഈ പ്രതികരണം കോൺഗ്രസ് തള്ളിക്കളയുകയാണ് ചെയ്തത്. വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് നടപടിയും പരീക്ഷാ ക്രമക്കേടുകളിലും രാജ്യം പ്രധാനമന്ത്രിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുമ്പോൾ മറിച്ച് പ്രധാനമന്ത്രി തന്നെയാണ് രാജ്യത്തോട് ക്ഷമിക്കുന്നതെന്ന് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇത് സ്വയം പുകഴ്ത്തലിന്റെ ഒരു രീതിയാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ് ചെയ്തത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. പരീക്ഷാ ക്രമക്കേടുകൾ മൂലം ഭാവി തകർന്ന വിദ്യാർത്ഥികളെയും ആത്മഹത്യ ചെയ്യുന്നവരുടെ കുടുംബങ്ങളെയും പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല എന്നും അത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളോട് ക്ഷമിക്കുന്നുവെന്ന് പറയുന്നത് അംഗീകരിക്കാനാകില്ല എന്നതായിരുന്നു രാഹുൽ പറഞ്ഞത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പ്രധാനമന്ത്രിയുടെ പൊറുക്കൽ ആവശ്യമില്ല എന്നും അതുമാത്രമല്ല അദ്ദേഹം അങ്ങനെ ഒരു രീതി ഇവിടെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കോക്രോച്ച് ജനതാ പാർട്ടിയിലെ സ്ഥാപകൻ കൂടിയായ അഭിജിത് ദീപ്കയും പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ ചോദ്യം ചെയ്തു. റീലിലൂടെ മാത്രം അവിടെ ക്ഷമിച്ചാൽ മതിയോ? പ്രതിഷേധകർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ സ്പീക്കർ പിൻവലിക്കുമോ എന്നതാണ് അദ്ദേഹം ചോദിച്ചത്. ഓൺലൈനിൽ സ്ത്രീകൾക്കെതിരെ അധിക്ഷേപം നടത്തുന്നവർക്കെതിരെയും ഒരേ മാനദണ്ഡം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടെ തന്നെ പ്രതിഷേധത്തിനിടെ പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന പരാതിയിൽ ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തത് വലിയ ചർച്ചകൾക്ക് ഇടവച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു വശത്ത് പ്രധാനമന്ത്രിയുടെ ക്ഷമാ സന്ദേശം, മറുവശത്ത് ആദ്യം സർക്കാർ മാപ്പ് പറയണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ജന്തർ മന്ദിർ പ്രതിഷേധം ഇപ്പോൾ വിദ്യാർത്ഥി സമരത്തിന്റെ പരിധി വിട്ടുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളിൽ ഒന്നായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് മോദിയുടെ പൊറുക്കൽ ആവശ്യമില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം സ്വന്തം മകളെ ഓർത്തുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്ന രക്ഷിതാക്കളെ കാണേണ്ടി വരുന്നതിലും വലിയ വേദനയില്ല എന്നും രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, പരീക്ഷ റദ്ദാക്കുകയും ചോദ്യക്കടലാസ് ചോരുകയും ചെയ്തതോടുകൂടി തന്നെ ജീവിതം തകർന്നുവെന്ന് ചിന്തിച്ചു നിന്ന് അവിടുത്തെ ആത്മഹത്യ ചെയ്ത ഒരു കുട്ടിയെ പോലും രക്ഷിതാവിനെ കണ്ട് ആശ്വസിപ്പിക്കാൻ പ്രധാനമന്ത്രി തയ്യാറല്ല എന്നതായിരുന്നു പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹമാണ് കുട്ടികളോട് ക്ഷമിച്ചു, അത് പറയാൻ ഇപ്പോൾ അസാമാന്യ ധൈര്യം കാണിച്ചിരിക്കുകയാണ് എന്നും ചോദ്യം ചോർച്ച മൂലം ഭാവി തകർന്ന ഒറ്റ വിദ്യാർത്ഥികളെ മോദി കണ്ടിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പൊറുക്കൽ ആവശ്യമില്ല എന്നതായിരുന്നു ഇവിടെ സൂചിപ്പിച്ചത്. മാത്രമല്ല, വലിയ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് പല രംഗത്തു നിന്നും പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ വീണ്ടും അദ്ദേഹം ക്ഷമാപണമല്ല മാപ്പായിരുന്നു പറയേണ്ടതെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.